ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന് CPM. ഏറ്റുമാനൂരും പാലായും ഉറപ്പായ സീറ്റുകൾ. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N. ജയരാജിന്റെ ഭൂരിപക്ഷം 10,000-ലെത്തും. പാർലമെന്റിൽ വനിതാ സംവരണം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. മറ്റുള്ള സംസ്ഥാനങ്ങളെ ഒതുക്കാനുള്ള ഗൂഢനീക്കം പിന്നിൽ. മേടമാസ വിഷുവിന് ഒരു നാൾ കൂടി. വിഷുക്കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിൽ മലയാളനാട്. കൃഷ്ണവിഗ്രഹങ്ങളുടെ കച്ചവടം തകൃതി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കാറിന് തീവെച്ചു. കാർ പൂർണ്ണമായും കത്തിപ്പോയി. മുൻ കെയർടേക്കർ പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ വനിതാ സംവരണം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്. BJPയുടെ അംഗബലം വർദ്ധിപ്പിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളെ ഒതുക്കാനുള്ള ഗൂഢനീക്കമാണ് ബില്ലിന് പിന്നിലുള്ളതെന്നും ഫ്രാൻസിസ് ജോർജ് ആരോപിച്ചു. പാർലമെന്റിൽ വനിതാ സംവരണം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. BJPയുടെ ഗൂഢലക്ഷ്യം ഈ തീരുമാനത്തിന് പിന്നിലുണ്ടോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 200-ലേറെ സീറ്റുകൾ വടക്കേ ഇന്ത്യയിൽ വർദ്ധിക്കും. നിലവിലുള്ള വനിതാ റിസർവേഷൻ വർദ്ധിപ്പിക്കുന്നത് വഴി BJPക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സെൻസസ് വന്ന ശേഷം ചർച്ചകൾ നടത്തി വേണം ബില്ല് നടപ്പാക്കേണ്ടതെന്നും MP ആവശ്യപ്പെട്ടു. ഇപ്പോ ഈ സീറ്റ് വർധനവിലൂടെ 200-ലേറെ സീറ്റുകളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർദ്ധിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ 200-ലേറെ സീറ്റുകൾ വരാൻ പോകുന്നു. തെക്കേ ഇന്ത്യയിൽ പരമാവധി കൂടുതൽ വരാൻ 65 സീറ്റാണ്. 70 താഴെ സീറ്റുകൾ വരാൻ പോകുന്നു. ഈ ഒരു ഫോർമുലയാണ്. അപ്പൊ ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ, അതുപോലെ ഇപ്പൊ 2011 സെൻസസ് അനുസരിച്ചാണ് നടപ്പിലാക്കാൻ പോകുന്നത്. വീണ്ടും സെൻസസ് തുടങ്ങാൻ പോവുകയാണ്, കണക്കെടുപ്പ് തുടങ്ങാൻ പോവുകയാണ്. അതൊക്കെ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇങ്ങനൊരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ചർച്ച വിശദമായി നടക്കാൻ പോകുന്നു. ആ ചർച്ചകൾക്ക് ശേഷം സംയുക്തമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ പാർലമെന്റിൽ സ്വീകരിക്കും. FCRA ബില്ല് തങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ് മരവിപ്പിച്ചതെന്ന PC ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും അവകാശവാദങ്ങൾക്ക് BJP സംസ്ഥാന നേതൃത്വം മറുപടി നൽകണമെന്നും ഫ്രാൻസിസ് ജോർജ് MP ആവശ്യപ്പെട്ടു. ഇന്ത്യ മുന്നണി FCRA നിയമ ഭേദഗതി ബില്ലിനെ എതിർക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് MP കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിച്ച CPM. കഴിഞ്ഞ ദിവസം ചേർന്ന അവൈലബിൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ച നടന്നത്. ഏറ്റുമാനൂരിലെ പാലായിലെ വിജയം ഉറപ്പാണെന്ന് യോഗം വിലയിരുത്തി. കോട്ടയം ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിച്ച CPM. ഏറ്റുമാനൂർ, പാല, കാഞ്ഞിരപ്പള്ളി, വൈക്കം, ചങ്ങനാശ്ശേരി എന്നീ മണ്ഡലങ്ങളിലാണ് CPMന്റെ വിജയപ്രതീക്ഷ. പൂഞ്ഞാറിൽ NDA സ്ഥാനാർത്ഥി PC ജോർജ് പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുമെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന അവൈലബിൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ UDFന് അനുകൂലമായ തരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത് ജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ പോലും ഭൂരിപക്ഷം കുറയ്ക്കാൻ കാരണമാകുമെന്നും CPM വിലയിരുത്തുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ VN വാസവൻ 3000 മുതൽ 5000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളെ ബോധിപ്പിക്കുന്നതിനായി കഴിഞ്ഞതായും യോഗം വിലയിരുത്തുന്നു. പാലായിൽ ജോസ് കെ മാണി 2000 മുതൽ 6000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇവിടെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N. ജയരാജ് 5000 മുതൽ 10000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും യോഗം വിലയിരുത്തി. ചങ്ങനാശ്ശേരിയിലും വൈക്കത്തും ഇടതുമുന്നണി സീറ്റ് നിലനിർത്തുമെന്നും യോഗം കണക്കുകൂട്ടുന്നു. കോട്ടയം, പുതുപ്പള്ളി, കടുത്തുരുത്തി മണ്ഡലങ്ങൾ പട്ടികയിലില്ല. പക്ഷേ ഈ മണ്ഡലങ്ങളിൽ നില മെച്ചപ്പെടുത്തുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. ബൂത്ത് തല കണക്കുകൾ ക്രോഡീകരിച്ചാണ് ഏരിയ കമ്മിറ്റികൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വൈക്കം ഉദയനാപുരത്ത് പക്ഷിപ്പനി ബാധിച്ച പക്ഷികളെ കൊന്നൊടുക്കാൻ തീരുമാനമായി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലയുടെ 1 കിലോമീറ്റർ ചുറ്റളവിലെ കോഴികളെയും വളർത്തു പക്ഷികളെയുമാണ് നശിപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചത്. വൈക്കം താലൂക്കിലെ ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ 16-ാം വാർഡിലെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. രോഗം സ്ഥിരീകരിച്ച മേഖലയുടെ 1 കിലോമീറ്റർ ചുറ്റളവിലെ കോഴികളെയും മറ്റു വളർത്തുപക്ഷികളെയും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അടിയന്തരമായി നശിപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു.
തീരുമാനിച്ചു. രോഗം സ്ഥിരീകരിച്ച സ്ഥലത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത മേഖലയായും 10 കിലോമീറ്റർ ചുറ്റളവ് നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിന് പുറമെ 10 കിലോമീറ്റർ പരിധിയിലുള്ള വൈക്കം നഗരസഭ, ചെമ്പ്, മറവൻതുരുത്ത്, ടി.വി.പുരം, തലയാഴം, കല്ലറ, തലയോലപ്പറമ്പ്, കടുത്തുരുത്തി എന്നീ തദ്ദേശഭരണ സ്ഥാപന മേഖലകളിലും താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ എന്നിവയുടെ മുട്ടയും ഇറച്ചിയും വളവും ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും 3 ദിവസത്തേക്ക് നിരോധിച്ചു. വളർത്തുപക്ഷികൾ, മുട്ട, ഇറച്ചി, വളം എന്നിവ നിരീക്ഷണ മേഖലയ്ക്ക് പുറത്തേക്കോ പുറത്തുനിന്ന് അകത്തേക്കോ കൊണ്ടുവരുന്നത് 3 മാസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജു അറിയിച്ചു. കഴിഞ്ഞ 40 വർഷമായി കോഴി വളർത്തി ഉപജീവനം നടത്തുന്ന PD ജോൺ എന്ന കർഷകനുണ്ടായിട്ടുള്ള നഷ്ടം വലുതാണ്. ഏകദേശം 12 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിൽ മനസ്സിലായിട്ടുള്ളത്. പക്ഷിപ്പനി പടർന്നു പിടിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ആരോഗ്യവകുപ്പും വെറ്ററിനറി ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും കൂടി സംയുക്തമായി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഫാമുകളിലെയും സമീപ പ്രദേശത്തെ വീടുകളിലെയും വളർത്തുപക്ഷികളുടെയും കണക്കെടുത്ത് കള്ളിംഗ് നടത്തും. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വ്യക്തികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിഷുപ്പുലരിയിൽ കണി കണ്ടുണരാൻ കൃഷ്ണവിഗ്രഹങ്ങൾ കൂടിയേ തീരൂ. പാതയോരങ്ങളിലെമ്പാടും കൃഷ്ണവിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നു. 150 രൂപ മുതൽ 1500 രൂപ വരെയാണ് ഇവയുടെ വില. വിഷുക്കണി ദർശനത്തിലെ പ്രധാന ഘടകമാണ് കൃഷ്ണവിഗ്രഹം. വിഷുപ്പുലരിയിൽ മലയാളിക്ക് കണി കണ്ടുണരാൻ കൃഷ്ണവിഗ്രഹങ്ങൾ കൂടിയേ തീരൂ. പാതയോരങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് എമ്പാടും. വിവിധ വർണ്ണങ്ങളിൽ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങൾ കോട്ടയം നഗരത്തിന്റെ പാതയോരങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. നീല നിറത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ. ചെറുതും വലുതുമായ പല രീതിയിലുള്ള വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. 1/2 അടി പൊക്കം മുതൽ 3.5 അടി വരെ പൊക്കമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണുള്ളത്. 150 രൂപ മുതൽ 1500 രൂപ വരെയാണ് വിഗ്രഹങ്ങളുടെ വില. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നുള്ളവരാണ് കോട്ടയം നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങളുമായി എത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വീട്ടുമുറ്റത്ത് കിടന്ന കാറ് കത്തിച്ചു. കാറിന് തീ വയ്ക്കുന്നതിനിടെ തീ പടർന്ന് മുൻ ജീവനക്കാരനും ഗുരുതരമായി പരിക്കേറ്റു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കാറിന് തീയിട്ടു. മെഡിക്കൽ കോളേജ് റോഡിൽ ഗാന്ധിനഗർ പെട്രോൾ പമ്പിന് എതിർവശം അഞ്ചേരി ഗാർഡൻസിൽ ഡോക്ടർ RV ജയകുമാറിന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിനാണ് തീ വെച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മുമ്പ് ഇവിടെ ജോലി ചെയ്തിരുന്ന കാർടേക്കറായ ചെങ്ങളം സ്വദേശിയാണ് രാവിലെ വീട്ടിലെത്തി കാറിന് തീവച്ചതെന്ന് പോലീസ് പറയുന്നു. തീയും പുകയും കണ്ട് വീട്ടുകാർ വിവരം ഗാന്ധിനഗർ പോലീസിലും അഗ്നിരക്ഷാ സേനയെയും അറിയിച്ചു. ഇവരെത്തി തീ അണച്ചപ്പോഴാണ് കാറിന് സമീപത്ത് പൊള്ളലേറ്റ നിലയിൽ ഇയാളെ കണ്ടെത്തിയത്. തുടർന്ന് ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇദ്ദേഹം മാനസിക വെല്ലുവിളി നേരിട്ടിരുന്നതായി ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മേടവിഷുവിനോടനുബന്ധിച്ച് ശബരിമലയിൽ വിഷുക്കണി ദർശനം ബുധനാഴ്ച പുലർച്ചെ 4 മണി മുതൽ നടക്കും. 7 മണി വരെ ഭക്തർക്ക് കണി ദർശിക്കാം. മേടവിഷു ദിനത്തിൽ വിഷുക്കണി ദർശനത്തിനായി ശബരിമല നട പുലർച്ചെ 4 മണിക്ക് തുറക്കും. 4:05 മുതൽ രാവിലെ 7 മണി വരെ ഭക്തർക്ക് വിഷുക്കണി ദർശിക്കാം. 7 മണിക്ക് ശേഷമാണ് അഭിഷേകവും ഉഷപൂജയും. വിഷുദിനത്തിൽ രാവിലെ 8 മണി മുതൽ 11 വരെയാണ് നെയ്യഭിഷേകം. ഏപ്രിൽ 17-ന് സഹസ്ര കലശ പൂജയും ഏപ്രിൽ 18-ന് സഹസ്ര കലശാഭിഷേകവും നടക്കും. വിഷു മേടമാസ പൂജകൾ പൂർത്തിയാക്കി ഏപ്രിൽ 18-ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. വിഷുവിനും മേടമാസ പൂജകളോടും അനുബന്ധിച്ച് ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർ വെർച്വൽ വെബ്സൈറ്റായ www.sabarimalonline.org വഴി ദർശനത്തിനായുള്ള സ്ലോട്ട് ഉറപ്പാക്കണം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അമേരിക്കൻ മലയാളിയായ യുവതിയെയും ഭർത്താവിനെയും പാസ്പോർട്ട് ഉൾപ്പെടെ തടഞ്ഞുവെച്ചതായി ആരോപണം. അന്യായമായി കേസ് ചുമത്തിയാണ് പാസ്പോർട്ട് തടഞ്ഞതെന്ന് വെള്ളൂർ സ്വദേശിയായ ജെസ്സി പറയുന്നു. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയായ സ്ത്രീയെയും ഭർത്താവിനെയും അന്യായമായ കേസ് ചുമത്തി പാസ്പോർട്ട് തടഞ്ഞുവെച്ചുവെന്ന് ആരോപണം. കോട്ടയം വെള്ളൂർ സ്വദേശിയായ ജെസ്സി വർഗീസും ഭർത്താവുമാണ് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് പത്രസമ്മേളനം നടത്തിയത്. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരായ ഇവരുടെ ഭർത്താവിന്റെ പാസ്പോർട്ട് പുതുക്കാൻ നാട്ടിലെത്തിയപ്പോഴാണ് ഇവർക്കെതിരെ വാറന്റ് ഉണ്ടെന്ന് അറിയുന്നത്. അത് ക്ലിയർ ചെയ്യാതെ പാസ്പോർട്ട് പുതുക്കാനാവില്ലെന്ന സാഹചര്യം മനസ്സിലാക്കി കേസിനാസ്പദമായ സംഭവത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി ഫെബ്രുവരി 26-ന്
നാട്ടിലെത്തുകയായിരുന്നു. എന്നാൽ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവരെ കോട്ടയം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ഇവരുടെ പാസ്പോർട്ട് തടഞ്ഞു വെക്കുകയുമായിരുന്നു. തങ്ങൾ 50 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാരോപിച്ച് കേസ് ഫയൽ ചെയ്തവരുമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കോടതി അലക്ഷ്യത്തിന് ഹൈക്കോർട്ടിൽ വാദികൾ വീണ്ടും കേസ് ഫയൽ ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പോലീസിലെ ഉന്നത അധികാരികൾക്കും കേസ് ഫയൽ ചെയ്തിരുന്നുവെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. നമുക്ക് വരുന്ന സമൻസ് പോലും ഈ പോലീസുകാർ നമുക്ക് സമൻസ് ഒന്നും തരാറില്ല. കോടതിയിലുള്ള ഒരു പേപ്പറിന് നമ്മൾ ചോദിച്ചാൽ ഇവരൊന്നിനും മറുപടി തരാറില്ല. ഒന്നും നമ്മുടെ അഡ്വക്കേറ്റും തരാറില്ല, പോലീസുകാരും തരാറില്ല. സമൻസ് ഒട്ടിക്കുന്നത് നമ്മൾ കോടതിയിൽ കയറേണ്ടതിൻ്റെ തലേ ദിവസമൊക്കെ മതിലി ആടി വന്ന് ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് പോവുകയാണ് പതിവ്. ഞങ്ങളിവിടെ 2017 അമേരിക്കയിൽ പോയതാണ്. അപ്പോൾ അതിനുശേഷമുള്ള ഒരു പേപ്പേഴ്സ് നമുക്കിത് തരാറില്ലായിരുന്നു. പോലീസ് എന്തോ ആരോ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്ന പോലെയാണ്. അപ്പം ഞാൻ അതിനോടനുബന്ധിച്ച് പല പ്രാവശ്യം പോലീസ് DGPക്ക് നേരിട്ട് കണ്ടു. ഉമ്മൻചാണ്ടി സാറിൻ്റെ സൈനോടുകൂടി ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു വിട്ടു. എല്ലാം DGPയെ 3 പ്രാവശ്യം 4 പ്രാവശ്യം തിരുവനന്തപുരത്തെല്ലാം പോയി കണ്ട് അന്വേഷണങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം ബ്രാഞ്ച്, ആൻറ്റി കറപ്ഷൻ ഇതെല്ലാം വന്ന് അന്വേഷണം പൂർത്തീകരിച്ചു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളതാണ്. അവരെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും ഇല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടാറില്ല. എത്രയും വേഗം കേസിന് പരിഹാരമുണ്ടാക്കി തങ്ങൾക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ട സാഹചര്യം ഒരുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ സന്മനസ് ജോർജിന് പാലാ പൗരാവലിയുടെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് പാലാ കത്തീഡ്രലിൽ നടക്കും. ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേർ എത്തി. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ജോർജിന്റെ അന്ത്യം. കാഞ്ഞിരപ്പള്ളിയിൽ വെറൈറ്റി ഫർണിച്ചർ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. കോവിൽക്കടവിലാണ് ഷോപ്പ് പ്രവർത്തിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വ്യാപാരി വ്യവസായി കാഞ്ഞിരപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വിധത്തിലുമുള്ള ഫർണിച്ചർ വെറൈറ്റി ഫർണിച്ചർ ഷോപ്പിൽ നിന്നും ലഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന് CPM. ഏറ്റുമാനൂരും പാലായും ഉറപ്പായ സീറ്റുകൾ. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജിന്റെ ഭൂരിപക്ഷം 10,000-ലെത്തും. പാർലമെന്റിൽ വനിതാ സംവരണം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. മറ്റുള്ള സംസ്ഥാനങ്ങളെ ഒതുക്കാനുള്ള ഗൂഢനീക്കം പിന്നിൽ. മേടമാസ വിഷുവിന് ഒരു നാൾ കൂടി. വിഷുക്കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിൽ മലയാള നാട്. കൃഷ്ണവിഗ്രഹങ്ങളുടെ കച്ചവടം തകൃതി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കാറിന് തീവെച്ചു. കാർ പൂർണ്ണമായും കത്തിപ്പോയി. മുൻ കെയർടേക്കർ പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.